ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയാണ് ചിക്കൻ സോസേജ് മസാല. ചിക്കൻ സോസേജ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി എന്നിവ മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനിതിൽ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു 5-6 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത സോസേജ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം. ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഓയിൽ നമ്മൾ ചട്ടിയിലേക്ക് പകർത്തിയ ശേഷം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ സ്പൈസസ് ചേർക്കുകയാണ്. സ്പൈസസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കറുവാപ്പട്ട, ചെറിയ കഷ്ണം, പെരിഞ്ജീരകം 1/4 ടീസ്പൂണ്, ഏലക്കായ 2-3, ബേ ലീഫ്, അതിനുശേഷം നമ്മൾ സവാള, ഒരു 3 മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളതിലേക്ക് ചേർക്കുകയാണ്. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമ്മൾ കുറച്ചല്പം ഉപ്പ് ചേർക്കുന്നു, വഴറ്റിക്കൊണ്ടിരിക്കുന്നു. സവാള നല്ല രീതിയിൽ വെന്ത് വരുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ വീണ്ടും വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ വഴറ്റിക്കൊണ്ടിരിക്കുക. ചട്ടിയുടെ അടി ചേർത്ത് വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ അടി പിടിക്കാതെ സൂക്ഷിക്കുക. അതിനുശേഷം നമ്മൾ തക്കാളി ചേർക്കുക. ഒരു തക്കാളി അല്ലെങ്കിൽ 1-2 തക്കാളി, നമുക്ക് പഴുത്ത തക്കാളി ഇതിലേക്ക് ചേർക്കാം. ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ ശേഷം തക്കാളി അതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ വേവിക്കുന്നു. തക്കാളി നല്ല രീതിയിൽ വേവിക്കുക. തക്കാളി വെന്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് വീണ്ടും നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. ബെല്ലൈക്കൺ അമർത്തണം. തക്കാളി നല്ല രീതിയിൽ വഴറ്റി വന്നതിന് ശേഷം മസാലകൾ ചേർത്തു. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് 1-2 ടീസ്പൂണ് യോഗട്ട് അല്ലെങ്കിൽ തൈരാണ്, പുളിപ്പില്ലാത്ത തൈര്. അതിനുശേഷം വീണ്ടും നല്ല രീതിയിൽ വഴറ്റിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഒരല്പം ഗരം മസാല നമ്മൾ ചേർക്കുന്നുണ്ട്. ആ ഗരം മസാല ചേർത്ത ശേഷം നമ്മൾ വീണ്ടും വഴറ്റിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സോസേജ് ഇതിലേക്ക് മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ യോജിപ്പിച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് അടിക്കണേ. അതിന് ശേഷം മൂടി വെച്ച് ഒന്ന് വേവിക്കുക. 2-3 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം വേവിച്ചുകൊണ്ടിരിക്കുക. അതിലേക്ക് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ഓപ്ഷനിലാണ്, നമുക്ക് ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഞാനൊരു സെമി ടൈപ്പ് മസാലയായിട്ടാണ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. നമ്മുടെ ചിക്കൻ സോസേജ് മസാല റെഡി.